ബൊട്ടിക് സ്റ്റൈലിൽ വരുന്ന ഒരു ഡിസൈനർ കുർത്തിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് സിൽക്ക് ത്രെഡുകളാണ്. ഈ 3 കളർ ഷെയ്ഡിലുള്ള സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് ഫ്ലവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഗ്രീൻ്റെ 2 ഷെയ്ഡ് കണ്ടോ, ഇത് വെച്ചിട്ടാണ് ലീഫ് ചെയ്യുന്നത്. ഇടയ്ക്ക് നമുക്ക് കുറച്ച് ബീഡ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡും അതിൻ്റെ തന്നെ റൗണ്ട് ബീഡും എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരേ കളറാണ് കേട്ടോ ഇത് രണ്ടും വരുന്നത്. പിന്നെ ഇടയ്ക്ക് ഡെക്കറേഷന് വേണ്ടി ഗോൾഡൻ റൗണ്ട് ബീഡ് വേണം. അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട്. സൈസ് നമ്പർ 3 ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഡിസൈന് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് യോക്കിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ സെയിം ഡിസൈൻ തന്നെ കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്ത് ക്ലോത്തിലേക്കും എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫ്ലവർ വർക്കാണ് ചെയ്യുന്നത്. ഈ സർക്കിൾ പോലെ വരച്ചിട്ടില്ലേ, ഇതാണ് ഫ്ലവേഴ്സായിട്ട് വരുന്നത്. ഈ സർക്കിൾ നമുക്കൊന്ന് 5 ആയിട്ടൊന്ന് ഭാഗിച്ച് കൊടുക്കുവാണ്. ഇത് നമ്മൾ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈക്വൽ ഡിസ്റ്റൻസിൽ ആ സർക്കിളൊന്ന് ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻസ് ആണ് കേട്ടോ വരച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി സിൽക്ക് ത്രെഡ് 8 സ്റ്റാൻഡ്സ് എടുത്തിട്ട് 2 ആയിട്ട് മടക്കിയിട്ട് അത് 16 സ്റ്റാൻഡ്സ് ആക്കി നോട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നീഡിൽ ഇവിടെ നിന്ന് എടുക്കുവാണ്. ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് സ്ട്രേറ്റ് സ്റ്റിച്ചസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നീഡിൽ താഴത്തേണ്ട ഈ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് അപ്പം ഇതേപോലെ നമുക്ക് 5 സ്ട്രേറ്റ് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കണം ആദ്യം. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് നമുക്കതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നീഡിലെടുത്തിട്ട് ഇപ്പുറത്തെ വശത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ലൂസായി പോകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു 2-3 തവണ എങ്കിലും നന്നായിട്ട് ലോക്ക് ചെയ്ത് അത് ടൈറ്റാക്കി കൊടുക്കണം. വീണ്ടും നമ്മൾ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നീഡിൽ ഞാൻ ഇവിടെ നിന്ന് എടുക്കുവാണ്. നമ്മളിവിടെ ചെയ്യുന്ന സ്റ്റിച്ച് വോവൻ വീൽ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്ട്രേറ്റ് സ്റ്റിച്ചസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മുകളിലാണ് ഒരെണ്ണത്തിൻ്റെ താഴെ ആ ഒരു രീതിയിൽ നമുക്ക് നീഡിൽ കടത്തി കൊടുക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ അടിയിലൂടെയാണ് എടുത്തത്. അടുത്തതിൻ്റെ വരുമ്പോൾ മുകളിൽ വരും, അതിൻ്റെ തൊട്ടടുത്ത് വരുമ്പം അടിയിലൂടെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ സർക്കിളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ക്ലോത്തിൽ കൊള്ളാതെ വേണം കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ചില ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ബാക്ക് സൈഡ് എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 3-4-5 പ്രാവശ്യമെങ്കിലും കെട്ടിട്ട് കൊടുക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് ഇരിക്കൂ. ഇപ്പം നമ്മൾ ചെയ്ത അതേപോലെ തന്നെ അടുത്ത കളർ ഷെയ്ഡും വെച്ചിട്ട് ചെയ്യുക. അങ്ങനെ ഒരു 3 കളർ ഷെയ്ഡുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി മാറ്റി ഇതുപോലെ തന്നെ ചെയ്യുവാണ്. വലുതും ചെറുതുമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. എല്ലാം ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്.
ഇനി ലീഫ് ചെയ്യാനായിട്ട് 4 സ്ട്രാൻഡ്സ് സിൽക്ക് ത്രെഡ് രണ്ടായിട്ട് മടക്കി ഇതുപോലെ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് വേണം നീഡിൽ എടുക്കാനായിട്ട്. ടിപ്പിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് താഴെയായിട്ട് നീഡിൽ താഴ്ത്തി കൊടുക്കുവാണ്. ഇനി വീണ്ടും നീഡിൽ ഇവിടെ നിന്ന് എടുക്കുവാണ്. എടുത്തിട്ട് വീണ്ടും താഴ്ത്തേണ്ട നമ്മൾ നേരത്തെ താഴ്ത്തി എടുത്തില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതുപോലെ വേണം താഴ്ത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ആ ഒരു രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സ്റ്റിച്ചിൻ്റെ പറയുന്ന പേര് സാറ്റിൻ സ്റ്റിച്ച് എന്നാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ ലീഫും ചെയ്യുക. 2 കളർ ഷെയ്ഡാണ് നമ്മളിവിടെ ലീഫിന് യൂസ് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും വെച്ചിട്ട് മാറ്റി മാറ്റിയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ ലൈൻസ് പോലെ വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ നമ്മൾ ബീഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് കട്ട് ബീഡ് എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഒരു 4 കട്ട് ബീഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഒരു റൗണ്ട് ബീഡാണ് ഇടയ്ക്ക് വെക്കുന്നത്. അപ്പോൾ 4 കട്ട് ബീഡ് ഒരു റൗണ്ട് ബീഡ്, ആ ഒരു രീതിയിൽ ഓരോ ലൈൻസും നമ്മൾ ചെയ്തെടുക്കുവാണ്. ഇനി ഈ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഓരോ റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള വർക്ക് ആകുമ്പം പെട്ടെന്ന് അത് ഡാമേജ് ആയി പോകാനായിട്ടൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ ആ ഒരു നമ്മുടെ ത്രെഡും ആ നോട്ടും ഒക്കെ ഒന്ന് കൺസീലായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് ഉണങ്ങാനായിട്ടും വിടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.